കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വിളിച്ചപ്പോൾ മീൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് എന്ത് മീൻ വന്നാലും അതിൽ കാണാം കേട്ടോ. അങ്ങനെ അയലയും മത്തിയും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതാണ്. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ച് നോക്കുമ്പോൾ അറിയാം. അവിടെ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് കട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് പിന്നെ വീട്ടിൽ വന്ന് മെനക്കെടാൻ നിന്നില്ല കേട്ടോ. അവിടെ നിന്ന് തന്നെ രണ്ടും കട്ട് ചെയ്തങ്ങ് വാങ്ങിച്ചു. ഈ വീട്ടിലൊക്കെ സ്ഥിരം മീനുള്ളതുകൊണ്ട് അങ്ങനെ ചക്കയും മീനും ഒന്നും വലിയ നിർബന്ധമൊന്നുമില്ല, എന്നാലും ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ, വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഈ ചക്കയ്ക്കും കപ്പയ്ക്കും ഒക്കെ ഓടി നടക്കുന്നത്. അങ്ങനെ അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും കഴിക്കുന്നത് ഈ കൊത്തൻ ചക്കയാണ് കേട്ടോ, അധികം വിളയാത്ത ചക്ക. അതിനെയാണ് ഇവിടെ മസാല കറി പോലെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം നമുക്ക് ഏതാണ് ആവശ്യമെന്ന് അവരുടെ അടുത്ത് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമുക്ക് പിന്നെ അതിനകത്തത് വിളഞ്ഞതും വേണം പഴുക്കാത്തതും വേണോ എന്ന് പറയുമ്പോൾ അവർക്കത് ഡൗട്ടാണ് കേട്ടോ. പിന്നെ ഒരെണ്ണം വാങ്ങിയിട്ട് വന്നു. ഇവിടെയാണെങ്കിൽ 1 കിലോ 60 രൂപയാണ്, 3 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല വിളഞ്ഞതൊന്നും അല്ല കേട്ടോ. അങ്ങനെ എന്നാലും 2 എണ്ണം മുറിച്ചതുകൊണ്ട് പിന്നെ ഒരെണ്ണം വാങ്ങാതെ വന്നാലും മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ്. അയല പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വയ്ക്കാന്ന്. മുരിങ്ങയ്ക്കൊക്കെ ഇവിടെ പരുവായി വരുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ മുരിങ്ങയ്ക്കയും കൂടി ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ തേങ്ങ അരച്ച് മീൻ കറി വെക്കാറ്. അപ്പോൾ തേങ്ങ ഇട്ടു, അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ഓരോ മീനിനെ വറക്കുന്നതിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അയലക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മൂപ്പിച്ച് വറക്കുക, അതും മല്ലിപ്പൊടി കുറച്ചുകൂടെ കൂടുതൽ വേണം. പിന്നെ പുളിയും ഉലുവയും കൂടെ, ഉലുവ വറുത്തതാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വീണ്ടും കുറച്ച് കറിവേപ്പില ഇട്ട് അരച്ചെടുത്ത് അതാണ് അരപ്പായിട്ട് ഒഴിക്കുന്നത്. പിന്നെ മാങ്ങ, മുരിങ്ങയ്ക്ക, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇട്ട് അതിനെ അങ്ങ് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ അരപ്പിലോട്ട് ചെറിയ ഉള്ളിയും പുളിയും കൂടെ ചേർക്കുന്ന ആരും മറന്നു പോകരുത്, ഞാൻ പറയാൻ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ ചക്ക എടുത്തു. ചക്കയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് മധുരം വെച്ചു. അത് വിളഞ്ഞ് പഴുത്തതുമല്ല, ഈ വാടി പഴുത്തില്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടു, ഞാൻ വിചാരിക്കുകയും ചെയ്തു. എൻ്റെ ദൈവമേ ആക്രാന്തം കൊണ്ട് വാങ്ങുകയും ചെയ്തു. ആകെപ്പാട് മെനക്കേട്. അതും ചെറിയ ചെറിയ ചുളയായിരുന്നു കേട്ടോ. ചുളയൊക്കെ അതിൽ നിന്ന് എടുത്ത് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നേ. ഇനി സിമ്മിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. കപ്പയും ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ഒരുപാട് വറ്റിച്ചെടുക്കാറില്ല, എന്നാലും കുറച്ചും, അതായത് ഒരുപാട് അങ്ങനെ ലൂസിന് വെള്ളം പോലെ ആക്കാറുമില്ല, കുറച്ച് കട്ടിക്ക് തന്നെയാണ് എടുക്കുന്നത്. ആ മാങ്ങയ്ക്ക് ഇട്ട് വെക്കുന്ന അയലക്കറി ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ ഈ തിരുവനന്തപുരക്കാർക്ക് കൂടുതൽ പേർക്കും ഈ മുളകിട്ട് വെക്കുന്നതിനേക്കാളും ഇഷ്ടം കൂടുതലും തേങ്ങ അരച്ച് വെക്കുന്നത് തന്നെയാണ് കേട്ടോ. എനിക്കും അതാണ് കൂടുതലും ഇഷ്ടം. പിന്നെ ഞാൻ അവിടെ ഇരുന്നും നിന്നും ഒക്കെ ഏകദേശം ചക്ക വൃത്തിയാക്കി. അതിനെ അല്ലാതെ വേവിച്ചാൽ എന്തായാലും വേവൂല. പിന്നെ ഞാൻ കുക്കറിൽ അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു. കുക്കറിലിരുന്നാലും അത് വെന്ത് വരുന്ന കാര്യം കഷ്ടം തന്നെയാണ് കേട്ടോ. എങ്കിലും പിന്നെ വാങ്ങിച്ചത് കൊണ്ട് അങ്ങ് വേവിച്ചതേ ഉള്ളൂ. പിന്നെ മത്തി മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ മത്തിയും വറുത്തെടുത്തു. ആ കടായി ഉണ്ടല്ലോ, അത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇൻഡസ് വാലിയുടെ ആണ്, ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഒട്ടും അടിയിൽ പിടിക്കുമെന്നോ അങ്ങനെ ഒന്നും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശ വരെ ഉണ്ടാക്കാം. മീനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്കൊക്കെ കഴിച്ചു.